ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. NCP എന്ന പാർട്ടിക്ക് 2 MLA-മാരാണുള്ളത്. അതിൽ ഒരാൾ ശശീന്ദ്രൻ, AK ശശീന്ദ്രൻ. അദ്ദേഹം മന്ത്രിയായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ വരികയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. മറ്റൊരു MLA എന്ന് പറയുന്നത് തോമസ് ചാണ്ടിയാണ്. കുവൈറ്റ് ചാണ്ടി എന്നറിയപ്പെടുന്ന വലിയ നിക്ഷേപകനായ എൻ്റർപ്രണോറിയൽ ടാലൻറ്റുകളുള്ള തോമസ് ചാണ്ടിയാണ് രണ്ടാമത്തെ MLA. ആദ്യ MLA മന്ത്രിയായി അദ്ദേഹം രാജിവെക്കേണ്ട ഒരവസ്ഥ വന്നാൽ സ്വാഭാവികതയിൽ 2 MLA-മാരുള്ള പാർട്ടിക്ക് ആ രണ്ടാമത്തെ MLA ആ സ്ഥാനത്തേക്ക് എത്തുക എന്നതാണ് സ്വാഭാവികം. ഇന്നലെ NCPയുടെ സംസ്ഥാന നേതൃയോഗം കൂടി. അതുകൊണ്ട് തന്നെ തോമസ് ചാണ്ടിയെ അതിലേക്ക് മന്ത്രിസ്ഥാനത്തേക്ക് നിയോഗിക്കുകയും ചെയ്തു. ആ നിയോഗമൊന്നും തെറ്റാണെന്ന് പറയാനാകില്ല. കാരണം ഗതാഗത വകുപ്പ് NCP എന്ന പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ് എന്ന നിലപാട് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-ന് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവകാശപ്പെട്ട ആ പദവി നേരവകാശിയായ തോമസ് ചാണ്ടിക്ക് സ്വാഭാവികഗതിയിൽ ലഭിക്കേണ്ടത് തന്നെയാണ്. അത് ലഭിക്കുന്നു എന്നത് ഗൗരവതരമായൊരു കാര്യമല്ല. എന്നാൽ ലഭിക്കാതിരിക്കുകയോ ആ ലഭിക്കാതിരിക്കുന്ന അവസ്ഥയ്ക്ക് നീട്ടം വരികയോ അല്ലെങ്കിൽ അത് വൈകുകയോ ഒക്കെ ചെയ്താൽ അതിൽ അസാധാരണമായ എന്തോ ഒരു കാര്യമുണ്ട്. ഇന്ന് പത്രലോകം നമുക്ക് തരുന്ന വാർത്ത കണ്ടാൽ സാധാരണഗതിയിൽ തോമസ് ചാണ്ടിക്ക് ലഭിക്കേണ്ട ഈ പദവി സത്യത്തിൽ തോമസ് ചാണ്ടിക്ക് ലഭിക്കുമോ, ഇനി ലഭിക്കുന്നെങ്കിൽ തന്നെ പെട്ടെന്ന് ലഭിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവതരമായ സംശയങ്ങൾ NCPയുടെ സംസ്ഥാന സമിതി തീരുമാനമെടുത്തതിന് ശേഷം കേന്ദ്ര ഘടകത്തിന് തീരുമാനം കൈമാറിയിരിക്കുന്നു. അവരത് റാറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ ഇതൊക്കെ സ്വാഭാവികഗതിയിൽ നടക്കുമോ എന്ന സന്ദേഹമുയരുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇന്ന് പത്രലോകം നമുക്ക് തരുന്നത്. ആ അസ്വാഭാവികത മലയാള മനോരമ ഇന്ന് 1-ാം പേജിൽ ആദ്യ വാർത്തയാക്കി തരുന്നു. കാണുക. ചാണ്ടിയെ മന്ത്രിയാക്കാൻ സംസ്ഥാന NCP. ഈ കാര്യത്തിൽ തിരക്കിട്ട് തീരുമാനമില്ല എന്ന് ശരത് പവാർ. ശരത് പവാറാണ് NCPയുടെ ദേശീയ നേതാവ്. അതിൻ്റെ അവസാന വാക്ക് പറയേണ്ടയാൾ, കേന്ദ്രത്തിൻ്റെ കൺകറൻസ് നൽകേണ്ടയാൾ പറയുന്നു തിരക്കിട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനമില്ല എന്ന്. തിരക്കിട്ട് തീരുമാനം വേണമോ? സ്വാഭാവികഗതിയിലുള്ള തീരുമാനം വരേണ്ടതുണ്ട്. എന്നാൽ അക്കാര്യത്തിൽ തിരക്ക് ഞങ്ങൾ പിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് അക്കാര്യത്തിലുള്ള രമാന്തം? കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ ശശീന്ദ്രൻ തന്നെ മന്ത്രിസഭയിലേക്ക് തിരികെ വരുമെന്ന് ശരത് പവാർ. അതായത് വളരെ പെട്ടെന്ന് തന്നെ കുറ്റക്കാരനല്ല എന്ന് ശശീന്ദ്രൻ തെളിയിക്കപ്പെടുന്നു എന്ന് കരുതാനാണ് ആവശ്യപ്പെടുന്നത്. അപ്രകാരം ഒരു സാഹചര്യം വന്നാൽ തോമസ് ചാണ്ടി എന്ന് പറയുന്ന രണ്ടാമത്തെ MLA-ക്ക് മന്ത്രിയാകാനുള്ള സാധ്യത എന്നേക്കുമായി നഷ്ടപ്പെടും. ഇതാണ് ഈ വാർത്തയുടെ യഥാർത്ഥ ഉള്ളടക്കം. മനോരമയുടെ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിങ്ങനെയാണ്. AK ശശീന്ദ്രൻ രാജിവെച്ച ഒഴിവിൽ പാർട്ടിയുടെ ശേഷിക്കുന്ന MLA-യും നിയമസഭാ കക്ഷി നേതാവുമായ തോമസ് ചാണ്ടിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ NCP സംസ്ഥാന നേതൃയോഗം ഇന്നലെ തീരുമാനിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ തിരക്കിട്ട് തീരുമാനമെടുക്കേണ്ടതില്ല എന്നാണ് NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറിൻ്റെ നിലപാട്. NCP പാർലമെൻ്ററി ബോർഡ് തിങ്കളാഴ്ചയോടെ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കും. തിരക്കിട്ട് തീരുമാനം എടുക്കേണ്ടതില്ല എന്ന തീരുമാനം എടുക്കാൻ തന്നെ തിങ്കളാഴ്ച വരെ സമയമെടുക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച പൂർണ്ണ വിവരം ഇക്കാര്യത്തിൽ നമുക്ക് ലഭ്യമല്ലെങ്കിൽ പോലും ഇതേക്കുറിച്ച് കേൾക്കുന്ന പലവിധ കാര്യങ്ങളിലൊന്ന് NCP ഗോവയിൽ BJP മന്ത്രിസഭയെ പിന്തുണയ്ക്കുകയാണ്. BJP മന്ത്രിസഭയെ പിന്തുണയ്ക്കുന്ന അഥവാ BJP-യുമായി ഒരു ചങ്ങാത്തമോ ബാന്ധവമോ നിലനിർത്തുന്ന ഒരു പാർട്ടിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സ്ഥാനം നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് കേരളത്തിൽ CPM-ന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. CPM-ൻ്റെ കേന്ദ്ര നേതൃത്വത്തിനും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നിൽക്കുന്ന ചില കല്ലുകടികൾ അവശേഷിക്കുകയാണ്. എന്നാൽ ശരത് പവാർ ഇന്നലെ വ്യക്തമാക്കിയതുപോലെയാണെങ്കിൽ
ഗോവയിലെ ഏക NCP അംഗം BJP മന്ത്രിസഭയെ പിന്തുണയ്ക്കുന്ന അംഗം അത് NCPയുടെ നേതൃത്വത്തെ, കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചുകൊണ്ടല്ല ചെയ്യുന്നത് എന്നും BJPയെ പിന്തുണയ്ക്കുന്ന ആ ഏക MLAയുടെ നയം യോജിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നും പവാർ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ആ ആക്ഷേപം ഏതായാലും CPM ഒഴിവാക്കുക തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ തോമസ് ചാണ്ടിക്ക് തന്നെ നറുക്ക് വീഴും. ആ പ്രത്യാശയായിരിക്കണം മംഗളം എന്ന പത്രം. ഒരുപക്ഷെ ശശീന്ദ്രൻ്റെ പതനം ഉറപ്പാക്കിയ മംഗളം ചാനലുണ്ടല്ലോ, ആ ചാനലിന് മുമ്പ് വന്ന മംഗളം പത്രം, ആ പത്രം ഈ വാർത്ത ലീഡ് വാർത്തയാക്കുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാനാവുക. മംഗളത്തിൻ്റെ ലീഡ് വാർത്ത അത്രത്തോളം പ്രാധാന്യം, ലീഡ് വാർത്തയാക്കാൻ വേണ്ടി പ്രാധാന്യം ഈ വാർത്തയ്ക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മംഗളം മാത്രമാണ് ഈ വാർത്ത ലീഡാക്കിയിരിക്കുന്നത് കാണാം. അവരുടേതായ എന്തോ പ്രത്യേക കാരണത്താൽ. തീരുമാനം NCP പാർലമെൻ്ററി പാർട്ടി യോഗത്തിന് ശേഷം ചാണ്ടിയുടെ കാര്യത്തിൽ യെച്ചൂരിയും അയഞ്ഞു. തോമസ് ചാണ്ടിയുടെ സത്യപ്രതിജ്ഞ എന്നാലും വൈകും. AK ശശീന്ദ്രന് പകരം പുതിയ മന്ത്രിയായി തോമസ് ചാണ്ടി MLA NCP സംസ്ഥാന സമിതി നിശ്ചയിച്ചെങ്കിലും സ്ഥാനാരോഹണം വൈകും. NCP കേന്ദ്ര പാർലമെൻ്ററി പാർട്ടി യോഗത്തിലെ അന്തിമ തീരുമാനമുണ്ടാകൂ. 31 ഏപ്രിൽ 3 പാർലമെൻ്ററി യോഗം ചേരും എന്നാണ് തീരുമാനം. അശ്ലീല ഫോൺ സംഭാഷണത്തിൽ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തിന് ശേഷം മതിയോ സ്ഥാനാരോഹണം, അതോ ഉടൻ വേണമോ എന്നതാകും പാർലമെൻ്ററി പാർട്ടി യോഗത്തിലെ പ്രധാന ചർച്ച എന്ന് പറയുമ്പോൾ മംഗളവും ഈ കാര്യത്തിൽ ഉറപ്പാക്കുന്ന നിലപാട് ആദ്യം എടുക്കുന്നുണ്ട് എങ്കിൽ പോലും തോമസ് ചാണ്ടിക്ക് ഈ സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യം വാർത്തയുടെ രണ്ടാം ഭാഗത്തിൽ ഒരു സന്നിഗ്ധ പ്രശ്നമാക്കി മംഗളവും മാറ്റുന്നുണ്ട്. ആ സംഭാഷണ വിഷയത്തിൽ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തിന് ശേഷം മതിയോ പുതിയ മന്ത്രിയുടെ സ്ഥാനാരോഹണം എന്ന നിലയ്ക്ക് പറയുമ്പോൾ അതിൽ ശശീന്ദ്രൻ വിടുതൽ ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കും എന്ന നിലയ്ക്ക് ഉള്ള കാര്യം തന്നെയാണ് മംഗളവും പറയുന്നത്. അതുകൊണ്ട് ശശീന്ദ്രൻ പോയി എങ്കിലും തോമസ് ചാണ്ടി ഉടനെ പുതിയ മന്ത്രിയാകും, ഗതാഗത മന്ത്രിയാകും എന്ന് ഉറപ്പിക്കാനാകാത്ത സാഹചര്യമാണ് പത്രലോകം അക്കാര്യത്തിൽ നമുക്കിന്ന് തന്നിരിക്കുന്നത്. ഇന്ന് മംഗളം പത്രത്തിൻ്റെ ആദ്യ വാർത്ത ഫയർഫോഴ്സിൽ നടന്ന കോടികളുടെ അഴിമതിയെ സംബന്ധിച്ച ഒരു വാർത്തയാണ്. അഴിമതിയെ സംബന്ധിച്ച് ഒരു പുതിയ വാർത്ത, അതും പുതിയ സർക്കാർ വന്നതിന് ശേഷം സംഭവിച്ച അഴിമതിയെക്കുറിച്ച വാർത്ത മംഗളം പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്: 56 ദിവസത്തിനുള്ളിൽ 99 ബഹുനില കെട്ടിടങ്ങൾക്ക് അനുമതി നൽകിയ വകയിൽ കോടികളാണ് മറിഞ്ഞത് ഉദ്യോഗസ്ഥന്മാർക്ക്. VA ഗിരീഷ് തിരുവനന്തപുരത്ത് വാർത്ത തരുന്നു. വാർത്തയുടെ വിശദാംശം കാണുക. സംസ്ഥാനത്ത് ഫ്ളാറ്റുകൾക്കും ബഹുനില മന്ദിരങ്ങൾക്കും നിരാക്ഷേപ പത്രം NOC അനുവദിച്ചതിൽ കോടികളുടെ അഴിമതി. ലോക്നാഥ് ബെഹ്റ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കപ്പെട്ടതിനെ തുടർന്ന് ഫയർഫോഴ്സിന് മേധാവി ഇല്ലാതിരുന്ന 56 ദിവസത്തിനുള്ളിൽ 99 ബഹുനില കെട്ടിടങ്ങൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് എന്ന വാർത്ത, പുതിയ ഒരു അഴിമതി വാർത്ത ഇന്ന് മംഗളം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതിൻ്റെ 1-ാം പേജിൽ തന്നെ ശശീന്ദ്രൻ മന്ത്രിയല്ലാതായി തീർന്ന സാഹചര്യം, ആ സാഹചര്യത്തെ മുൻനിർത്തി ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ബുധനാഴ്ച ഈ ജുഡീഷ്യൽ അന്വേഷണം, ഇന്ന് ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തരും. ആരായിരിക്കും ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്ന ജുഡീഷ്യൽ ഓഫീസർ എന്ന കാര്യമൊക്കെ ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം നമുക്ക് അറിയാറാകുകയും ചെയ്യും. ആ സാഹചര്യത്തിൽ ദേശാഭിമാനി ഇന്ന് ആ വിഷയം ലീഡ് വാർത്തയാക്കുമ്പോൾ ഗൗരവതരമായ വാർത്തകളിലേക്ക് ദേശാഭിമാനി സഞ്ചരിക്കുന്നു. എന്തായിരിക്കും ശശീന്ദ്രൻ്റെ ഇക്കാര്യത്തിലുള്ള ഭാവി? അതൊന്ന്. മറ്റൊന്ന്, ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണം, അശ്ലീല സ്വഭാവത്തോടു കൂടിയ ഫോൺ സംഭാഷണം, ആ സംഭാഷണം പുറത്തേക്ക് വിട്ട ചാനലിൻ്റെ ഗതി എന്തായിരിക്കും? ഏത് നിലവാരത്തിലുള്ള
ഹണി ട്രാപ്പാണ്. ഹണി ട്രാപ്പ് ഇക്കാര്യത്തിൽ പിന്നിലുണ്ട് എന്ന് ഇന്നലെ തന്നെ കേരള കൗമുദി അവരുടെ ലീഡ് വാർത്തയിലൂടെ MM സുബൈർ ലോകത്തെ അറിയിച്ചിരുന്നു. ആ ഹണി ട്രാപ്പ്, പെൺകെണി, അത് ആരാണ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇതിൻ്റെ അനന്തരഫലങ്ങൾ ആർക്കൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നത്, ഒരുപക്ഷേ ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് മാതിരി ഈ വാർത്ത പുറത്തുവിട്ട ചാനൽ തന്നെ ഇതിൻ്റെ ദുരന്ത ഫലങ്ങൾ പേറേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകുമോ? ഇതൊക്കെ നമുക്കിപ്പോൾ അനുമാനത്തിന് വിടാൻ കഴിയുകയേ ഉള്ളുവെങ്കിലും ഈ കാര്യത്തിൽ ഇരയാക്കപ്പെട്ടത് ഒരുപക്ഷെ ശശീന്ദ്രനാണോ അതോ ശശീന്ദ്രന് ഫോൺ ചെയ്ത പെൺകുട്ടിയാണോ, ആ സ്ത്രീയാണോ ഇരയാക്കപ്പെട്ടത്? ശശീന്ദ്രനാണ് ഇരയാക്കപ്പെടുന്നത് എങ്കിൽ അത് ഒരു വലിയ അബദ്ധമായി മാറുകയും ശശീന്ദ്രൻ രാജിവെക്കേണ്ടി വരികയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടി, ഈ കാര്യത്തിലൊരു സ്ത്രീ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അങ്ങനെ അവളെ ഇരയാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ആ ചാനലിന് വഹിക്കേണ്ടി വരുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതുമായി ബന്ധിപ്പിച്ച് ഉയരുന്ന കൗതുകകരമായ കാര്യങ്ങൾ. സത്യത്തിൽ അമ്പരപ്പിക്കുന്ന വിശദാംശങ്ങളാണ് ദേശാഭിമാനി അതിൻ്റെ ലീഡ് വാർത്തയിൽ ഇക്കാര്യത്തിൽ തരുന്നത്. സർക്കാർ എടുക്കാൻ പോകുന്ന സമീപനത്തെ സംബന്ധിച്ച് ദേശാഭിമാനിയുടെ ലീഡ് വാർത്തയുടെ ലീഡ് ഇങ്ങനെയാണ്: ജീവനക്കാരിയെ ഇരയാക്കി മംഗളം കെണി. കെണി ഒരുക്കിയത് മംഗളമാണ്, ഇരയാക്കപ്പെട്ടത് ജീവനക്കാരിയാണ് എന്നൊക്കെയാണ് ശീർഷകത്തിൽ തന്നെ ദേശാഭിമാനി പറയുന്നത്. AK ശശീന്ദ്രനെ വിളിച്ചത് ചാനൽ ജീവനക്കാരി. ഇന്നലെ കേരള കൗമുദി അതേ സംബന്ധിച്ച് വിശദാംശങ്ങൾ തന്നിരുന്നു. 24 വയസ്സുള്ള വിവാഹമോചനം നേടിയ ഒരു ജേർണലിസ്റ്റാണ്, പത്രപ്രവർത്തകയാണ്, മാധ്യമപ്രവർത്തകയാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ പുതിയ കാമുകൻ, സിനിമാ രംഗത്ത് നിന്ന് പുതിയ കാമുകൻ എത്തിച്ചേർന്നിട്ടുള്ള പെൺകുട്ടിയാണ്, സ്ത്രീയാണ് ഇവർ എന്നുകൂടി പറഞ്ഞിരുന്നു. അവരെ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഇന്ന് ദേശാഭിമാനി തരികയും ചെയ്യുന്നത്. ചാനൽ റേറ്റിംഗ് കൂട്ടാൻ വനിതാ മാധ്യമ പ്രവർത്തകരെ മംഗളം ചാനൽ മാനേജ്മെൻറ്റ് ലൈംഗിക വിഷയങ്ങൾക്ക് ഇരയാക്കിയതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു. പ്രമുഖരെ തേൻകെണി ഹണി ട്രാപ്പ് ഒരുക്കി കുടുക്കാൻ, ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നതിനും പ്രലോഭിപ്പിക്കാനും സമ്മർദ്ദം ചെലുത്താനുമാണ് വനിതാ മാധ്യമ പ്രവർത്തകരെ ചാനൽ മാനേജ്മെൻറ്റ് ചൂഷണം ചെയ്യുന്നത്. ഇത്തരം പ്രവൃത്തികൾക്ക് നിർബന്ധിക്കുന്നത് നിയമപ്രകാരം സ്ത്രീകൾക്കെതിരായ അതിക്രമവും ലൈംഗിക ചൂഷണവുമാണ്. മുൻമന്ത്രി AK ശശീന്ദ്രനെതിരെ ചാനൽ കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത വാർത്ത മംഗളം ജീവനക്കാരിയെ രംഗത്തിറക്കി ഗൂഢാലോചനയിലൂടെ തയ്യാറാക്കിയതാണ് എന്നതും പുറത്തു വന്നു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. വളരെ പ്ലാൻഡ് ചെയ്ത ഒരു സ്റ്റോറിയായിരുന്നു ഇത്. അപ്രകാരം പ്ലാൻഡ് ചെയ്യുന്നതിന് മന്ത്രിയെ ട്രാപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. ട്രാപ്പ് ചെയ്തത് അതേ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരിയാണ്. അവരാണ് ഫോൺ ചെയ്തത് മന്ത്രിക്ക്. മന്ത്രി ഫോൺ ചെയ്തു എന്ന വാർത്ത ശരിയല്ല എന്നുകൂടി ഇന്ന് ദേശാഭിമാനി പറയുന്നു. ചാനൽ മാനേജ്മെൻറ്റിൻ്റെ പ്രവൃത്തി കടുത്ത നിയമലംഘനമായി കണക്കാക്കുന്നു. അശ്ലീല സംപ്രേഷണം, സ്വകാര്യതയിലേക്കുള്ള ഒളിച്ചുനോട്ടം, ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ദുരുപയോഗം, അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ രേഖകളിൽ കൃത്രിമം കാണിക്കൽ തുടങ്ങി ഇന്ത്യൻ ശിക്ഷാ നിയമം 294B, 506(2), 509, കേരള പോലീസ് ആക്ട് 120, ബ്രോഡ്കാസ്റ്റിംഗ് റൂൾ 69, IPC 120B, 420, 427 IT ആക്ടിലെ വിവിധ വകുപ്പുകൾ എന്നിവ പ്രകാരം ഗുരുതരമായ കുറ്റങ്ങളാണ് ചാനൽ മാനേജ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ദേശാഭിമാനി വിലയിരുത്തുമ്പോൾ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതൊക്കെ പരിശോധിക്കപ്പെടാൻ ഇടയുണ്ട്. റേറ്റിംഗ് കൂട്ടാൻ വനിതാ മാധ്യമപ്രവർത്തകരെ മംഗളം മാനേജ്മെൻറ്റ് ചൂഷണം ചെയ്യുന്നു എന്ന ആക്ഷേപവും ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ശശീന്ദ്രൻ ടെലഫോണിൽ ഈ മാധ്യമപ്രവർത്തകയെ വിളിച്ചിട്ടില്ല എന്നും മാധ്യമപ്രവർത്തക ശശീന്ദ്രനെ വിളിച്ചതാണ് എന്നും വ്യക്തമായി. വൻതോതിൽ എഡിറ്റിംഗ് നടത്തിയ ശേഷമാണ് സംഭാഷണ ശകലം ചാനൽ പുറത്ത് വിട്ടത്. സംഭാഷണത്തിൽ വെട്ടലും തിരുത്തലും ഒക്കെ വരുത്തി കൃത്രിമത്വം കാണിച്ചിരിക്കുന്നു എന്നുകൂടി ദേശാഭിമാനി ഈ വാർത്തയിൽ പറയുന്നു. ദേശാഭിമാനി മറ്റൊരു കാര്യം കൂടി ഈ പ്രധാന വാർത്തയ്ക്കൊപ്പം തരുന്നു. ഇതേ സംബന്ധിച്ച് മംഗളം ചാനലിൻ്റെ അഭിപ്രായമെന്ത്, അതും പറഞ്ഞിരിക്കുന്നു. ശശീന്ദ്രനെക്കുറിച്ചുള്ള വാർത്ത സ്റ്റിംഗ് ഓപ്പറേഷൻ അല്ലെന്നും പരാതിക്കാരി ഉണ്ട് എന്നും മംഗളം CEO R. അജിത് കുമാർ അവകാശപ്പെട്ടു. ആവശ്യം വരുമ്പോൾ പരാതിക്കാരി രംഗത്ത് വരുമെന്നും അജിത് കുമാർ പറയുകയും
ചെയ്തു. അങ്ങനെ വരുമ്പോൾ ദേശാഭിമാനി ഒരു ഭാഗം പറയുന്നു, മറുഭാഗം മംഗളം ചാനലിൻ്റെയും പത്രത്തിൻ്റെയും ഒക്കെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന ശ്രീ അജിത് കുമാറും പറയുന്നു. ആ നിലയ്ക്ക് ഇരുവരും രംഗത്ത് വന്നിരിക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ നിലവാരത്തിലേക്ക് ആ സംഘർഷം വളരുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്നലെ വാർത്തകൾ ഇക്കാര്യത്തിൽ ലീഡ് വാർത്തകൾ എത്തിച്ച കേരള കൗമുദി ഇന്നും അതേ സംബന്ധിച്ച വാർത്ത ലീഡാക്കിയിരിക്കുന്നു. കാണുക, ഫോൺ കെണി, ഗൂഢാലോചനയ്ക്ക് തെളിവ് കിട്ടി എന്നാണ് കേരള കൗമുദി പറയുന്നത്. യുവതിയെ കേരളത്തിന് പുറത്തേക്ക് കടത്തി എന്നൊക്കെ കണ്ടെത്തുന്നു കേരള കൗമുദി. ഇക്കാര്യത്തിൽ ശരിയോ തെറ്റോ നമുക്കറിയില്ല. മന്ത്രിസ്ഥാനം എന്ന ലക്ഷ്യത്തോടെ യുവതിയെ ഉപയോഗിച്ച് AK ശശീന്ദ്രനെ കുടുക്കിയതാണെന്ന് ആഭ്യന്തര വകുപ്പ് സ്ഥിരീകരിച്ചു. സംഭവത്തിന് പിന്നിൽ മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയുണ്ടെന്നും രഹസ്യാന്വേഷണ വിഭാഗം സർക്കാരിനെ അറിയിച്ചു. ഇത് സംബന്ധിച്ച തെളിവുകൾ പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചു. ലൈംഗിക ചുവയോടെ ഫോണിൽ സംസാരിച്ച് ശശീന്ദ്രനെ കൊടുക്കാൻ മാസങ്ങളായി യുവതിയെ ചാനൽ നിയോഗിച്ചിരിക്കുകയായിരുന്നു. ഈ യുവതി നിരന്തരം മന്ത്രിയുടെ ഓഫീസിലെത്തിയിരുന്നു. മന്ത്രിയുടെ ഫോണിലേക്ക് നിരന്തരം വിളിച്ചിരുന്നതായും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. പരാതി കിട്ടിയാൽ അന്വേഷിക്കും. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ച ഓപ്പറേഷന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് ആരെങ്കിലും പരാതി നൽകിയാൽ അന്വേഷിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കി. യുവതിയുടെ പരാതി ഇക്കാര്യത്തിൽ വേണമെന്നില്ല. ആരുടെയെങ്കിലും പരാതി ഇതുവരെ പോലീസിലോ സർക്കാരിലോ കിട്ടിയിട്ടില്ല എന്നും വകുപ്പ് വ്യക്തമാക്കി. ആര് പരാതിപ്പെട്ടാലും അതേ സംബന്ധിച്ച് അന്വേഷിക്കും. മന്ത്രിയുടെ ഫോണിലേക്ക് വിളിച്ച യുവതിയെ ഇൻ്റലിജൻസ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. യുവതി മന്ത്രിയുടെ ഫോണിലേക്ക് നിരന്തരം വിളിച്ചു എന്ന് പറയുമ്പോൾ വൈകാതെ ഈ യുവതിയുടെ ചിത്രമടക്കമുള്ള വിശദാംശങ്ങൾ പത്രത്താളുകളിലേക്ക് വരും എന്നാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. ഏതായാലും ഹണി ട്രാപ്പ് എന്ന ഈ കെണി രൂപപ്പെടുത്തുന്ന രീതി മലയാള മാധ്യമരംഗത്തെ കൂടേക്ക് വന്നിരിക്കുന്നു. ഹണി ട്രാപ്പ് എന്ന വാക്കിന് തേൻ കെണി എന്നൊരർത്ഥമാണ് വാസ്തവത്തിൽ ദേശാഭിമാനി എന്ന് കൊടുത്തിരിക്കുന്നത് എങ്കിൽ പെൺകെണി എന്ന വാക്കാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാതൃഭൂമി എന്ന പത്രം അതിൻ്റെ 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നത്. ആ വാക്ക് മലയാളിക്ക് പരിചിതമായിരിക്കുന്നു. അങ്ങനെ ഒരു പുതിയ അവസ്ഥാന്തരം മാധ്യമ രംഗത്തെ എക്സ്ക്ലൂസീവുകൾ സൃഷ്ടിക്കാനുള്ള തിരക്കിൻ്റെ ഭാഗമായി മലയാള മാധ്യമ രംഗത്തേക്ക് കൂടി അരങ്ങേറിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. PF പെൻഷനെ സംബന്ധിച്ച വാർത്ത, തൊഴിലാളികളുടെ പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനെ സംബന്ധിച്ച വാർത്ത അനുസ്യൂതം ലീഡ് വാർത്തയാക്കി തരുന്ന പത്രമാണ് മാതൃഭൂമി. നാം അത് പലതവണ കണ്ടതാണ്. ഇന്നും മാതൃഭൂമി അതുമായി ബന്ധിപ്പിച്ച വാർത്ത ലീഡ് വാർത്തയാക്കിയിട്ടുണ്ട്. PF പെൻഷൻ വിഹിതം കേന്ദ്ര സർക്കാർ അടയ്ക്കാൻ പോകുന്നു. തൊഴിലാളികളുടെ PF പെൻഷൻ വിഹിതം ആദ്യ വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ കയ്യിൽ നിന്ന് അടയ്ക്കാൻ പോകുന്നു എന്ന അവരെ ആഹ്ലാദിപ്പിക്കുന്ന വാർത്ത മാതൃഭൂമി ലീഡാക്കിയിരിക്കുന്നു. ആ നല്ല വാർത്തയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. PF പെൻഷൻ വിഹിതം കേന്ദ്രം വക എന്ന ശീർഷകത്തിലാണ് മാതൃഭൂമി ആ വാർത്ത തരുന്നത്. MK അജിത് കുമാർ ദില്ലിയിൽ നിന്ന് വാർത്ത തരുന്നത് കാണുക. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ പ്രധാനമന്ത്രി തൊഴിൽ പ്രോത്സാഹന പദ്ധതി പരിഷ്കരിച്ചു. അതനുസരിച്ച് 2016 ഏപ്രിൽ 1 ശേഷം സർവീസിൽ പ്രവേശിച്ച സംഘടിത മേഖലയിലെ എല്ലാ തൊഴിലാളികളുടെയും പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ പദ്ധതിയിലേക്കുള്ള 8.33% വിഹിതം കേന്ദ്ര സർക്കാർ വഹിക്കും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. VS അച്യുതാനന്ദൻ വീണ്ടും സർക്കാരിനെതിരെ സംസാരിച്ചിരിക്കുന്നു. പുതിയ കാര്യമല്ല. അദ്ദേഹം സർക്കാരിനെതിരെ പലപ്പോഴും സംസാരിക്കാറുണ്ട്, പ്രതികരിക്കാറുണ്ട്. VS വീണ്ടും ഒരിക്കൽ കൂടി അത് ചെയ്തിരിക്കുന്നു. ഇത്തവണ മൂന്നാറിനെ മുൻനിർത്തിയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. വാർത്ത കോൺഗ്രസിൻ്റെ മുഖപത്രം വീക്ഷണം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു, സചിത്ര വാർത്തയാക്കിയിരിക്കുന്നു. മൂന്നാർ കയ്യേറ്റം CPM-നും സർക്കാരിനുമെതിരെ VS. മൂന്നാർ കയ്യേറ്റ വിഷയത്തിലുൾപ്പെടെ ഭരണത്തിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സർക്കാരിനും CPM നേതൃത്വത്തിനുമെതിരെ ആഞ്ഞടിച്ച് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് വീക്ഷണം പറയുമ്പോൾ ജന്മഭൂമി ആ വാർത്ത വീക്ഷണത്തെ പോലെ തന്നെ ലീഡാക്കിയിരിക്കുന്നു. CPM MLA ഭൂമാഫിയയുടെ ആള് എന്ന് VS. മൂന്നാർ ഭൂമി കയ്യേറ്റത്തിൽ വൈദ്യുതി മന്ത്രി MM മണിയെയും ദേവികുളത്തെ CPM MLA S രാജേന്ദ്രനെയും രൂക്ഷമായി VS അച്യുതാനന്ദൻ വിമർശിച്ച കാര്യമാണ് ഈ വാർത്തയിൽ ജന്മഭൂമി മുൻതൂക്കം കൊടുത്ത് നമുക്ക് നൽകുന്നത്.
പ്രധാനമന്ത്രിക്ക് മാത്രമല്ല കേന്ദ്രമന്ത്രിമാർക്കും കേരളത്തിൽ നിന്ന് ദില്ലിയിലെത്തുന്ന മന്ത്രിമാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന നിലയ്ക്കുള്ള വാർത്തയാണ് ഇന്ന് പത്രലോകം തരുന്നത്. ദീപിക എന്ന പത്രം കാണുക. കേരള സംഘത്തെ രാജ്നാഥ് സിംഗെ കണ്ടില്ല. സംസ്ഥാനത്തെ വരൾച്ചാ പ്രശ്നം പരിഹരിക്കുന്നതിന് പ്രത്യേക സഹായം തേടിയെത്തിയ കേരള സംഘത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥരെ കണ്ട അദ്ദേഹത്തിന് തിരിച്ചു പോരേണ്ടി വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രത്യേകതയായി എപ്പോഴും പത്രലോകം ചൂണ്ടിക്കാട്ടുന്നത് പാർലമെൻറ്റിൽ വരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നതാണ്. പാർലമെൻറ്റ് ഓഫീസിൽ അദ്ദേഹം പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അവതരിക്കും, പക്ഷേ പാർലമെൻറ്റ് സഭയിലേക്ക് അദ്ദേഹം വരാറില്ല. ഇത് അദ്ദേഹത്തിന് എവിടെ നിന്ന് പഠിച്ച ഒരു രീതിയാണ്. അന്വേഷിച്ച് എവിടെയും പോകണ്ട. അദ്ദേഹത്തിൻ്റെ ഇരട്ട കൂട്ടാളി എന്ന് വിശേഷിപ്പിക്കാവുന്ന അമിത്ഷായും ഇങ്ങനെ തന്നെയാണ്. അമിത്ഷാ ഗുജറാത്തിലെ MLA ആണെന്ന് എത്ര പേർക്കറിയാം? 2 വർഷമായി ഈ പുള്ളി സഭയിൽ പോയിട്ട്. കാണുക വാർത്ത ദീപികയുടെ 1-ാം പുറത്ത്. അമിത്ഷാ ഗുജറാത്ത് നിയമസഭാ സമ്മേളനത്തിന് 2 വർഷത്തിന് ശേഷം ഗുജറാത്ത് നിയമസഭാ സമ്മേളനത്തിൽ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പങ്കെടുക്കുന്നു. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ് വാർത്ത അമിത്ഷായെ സംബന്ധിച്ച്. അങ്ങനെ വരുമ്പോൾ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി എന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആളെ വിടേണ്ട കാര്യമില്ല. ഇനി ഇന്നത്തെ ചിത്രം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്സവം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കാലത്താണ് പഞ്ചപാണ്ഡവരുടെ വിഗ്രഹം അവിടെ ഉയർത്തപ്പെടുന്നത്. ഈ ചിത്രം കാണുക. പാണ്ഡവരിൽ ഏറ്റവും ഭാരമേറിയ ഭീമവിഗ്രഹം അവിടെ സ്ഥാപിക്കുന്ന തിരക്ക് അത് ചിത്രമാക്കിയിരിക്കുന്നു. മെട്രോ വാർത്ത അത് 1-ാം പുറത്ത് തരികയും ചെയ്തിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.